ആദ്യമായി ഓട്ടോകാഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ള ഒരു ഇൻ്റർഫേസാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ ഈ ടെംപ്ലേറ്റ്സിൻ്റെ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം അക്കാഡ് ISO DWT സെലക്ട് ചെയ്യുക. അക്കാഡ് ISO DWT ശേഷം അൺസേവ്ഡ് വ്യൂവിൽ നിന്ന് SC ഐസോമെട്രിക് സെലക്ട് ചെയ്യുക. ഈ UCS ഐക്കൺ ഈ കോർണറിലേക്ക് മാറ്റുവാൻ UCS ഐക്കൺ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം നോ ഒറിജിൻ സെലക്ട് ചെയ്യുക. ഈ ഗ്രിഡ് ഓഫ് ചെയ്യുക, ഓർത്തോ ഓൺ ചെയ്യുക. ഈ ഒരു ഒബ്ജക്റ്റാണ് നാം 3D ആക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം ഇത് റൈറ്റ് UCSലാണ് നാം ചെയ്യുന്നത്. ഇപ്പോൾ വേൾഡ് UCSലാണ് കിടക്കുന്നത്. അത് ആരോ ക്ലിക്ക് ചെയ്ത ശേഷം റൈറ്റ് UCSിലേക്ക് ആക്കുക. ശേഷം നമുക്ക് 140 യൂണിറ്റ് ലെങ്ത്തുള്ള ഒരു ലൈൻ വരക്കാം. ലൈൻ കമാൻഡ് എടുക്കുക, ക്ലിക്ക് ചെയ്യുക, 140 എൻ്റർ. ഇനി ഇതിൻ്റെ ഈ എൻഡ് പോയിന്റിൽ നിന്ന് ട്രാക്ക് ചെയ്ത് 50 യൂണിറ്റിലേക്ക് ട്രാക്ക് ചെയ്ത് 100 യൂണിറ്റിലേക്കുള്ള ഒരു ലൈൻ നമുക്ക് വരക്കാം. ലൈൻ കമാൻഡ് എടുക്കുക, ഈ എൻഡ് പോയിന്റിലേക്ക് ട്രാക്ക് ചെയ്യുക, ഡോണ്ട് ക്ലിക്ക് ചെയ്യാതെ ട്രാക്ക് ചെയ്യുക, 50 എൻ്റർ. ഇനി 100 യൂണിറ്റിലേക്ക് 100 എൻ്റർ. ഇതേപോലെ തന്നെ ഈ എൻഡ് പോയിന്റിൽ നിന്നും 20 യൂണിറ്റിലേക്ക് ട്രാക്ക് ചെയ്ത് നമുക്ക് 38 യൂണിറ്റിലേക്കുള്ള ഒരു ലൈൻ വരക്കാം. ലൈൻ കമാൻഡ് എടുക്കുക, ട്രാക്ക് ചെയ്യുക, 20 എൻ്റർ. ഇനി 38 യൂണിറ്റിലേക്ക് 38 എൻ്റർ. ഇനി ഈ രണ്ട് എൻഡ് പോയിന്റിലും നമുക്ക് സർക്കിളുകൾ വരക്കണം. ഈ എൻഡ് പോയിന്റിൽ 30 യൂണിറ്റ് ഡയമീറ്ററും 55 യൂണിറ്റ് ഡയമീറ്ററുള്ള രണ്ട് സർക്കിളുകൾ വരക്കാം. സർക്കിൾ സെൻട്രൽ ഡയമീറ്റർ എടുക്കുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക, 30 എൻ്റർ. അടുത്ത സർക്കിൾ സെൻട്രൽ ഡയമീറ്റർ എടുക്കുക, 55 എൻ്റർ. ഇനി ഈ എൻഡ് പോയിന്റിൽ, ഈ ലൈനിൻ്റെ എൻഡ് പോയിന്റിൽ 18 ഡയമീറ്ററും 40 ഡയമീറ്ററുള്ള രണ്ട് ലൈനുകൾ വരക്കാം, രണ്ട് സർക്കിളുകൾ വരക്കാം. സെൻറ്റർ ഡയമീറ്റർ എടുക്കുക, 18 എൻ്റർ. ഇനി സെൻറ്റർ ഡയമീറ്റർ എടുക്കുക, 40 എൻ്റർ. ഇനി നമുക്ക് ഈ ലൈനുകൾ ഡിലീറ്റ് ചെയ്ത് കളയാം. അത് റെഫറൻസിന് വേണ്ടി എടുത്താണ്. അപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യുക. ശേഷം ഈ എൻഡ് പോയിന്റിൽ നിന്ന് ടാൻജന്റിലേക്ക്, ഈ സർക്കിളിന്റെ ടാൻജന്റിലേക്ക് നമുക്ക് ലൈൻ വരക്കാം. ലൈൻ കമാൻഡ് എടുക്കാം, ഈ എൻഡ് പോയിന്റ് സെലക്ട് ചെയ്യുക, ഇവിടെ ടാൻജന്റ്. അപ്പോൾ TAN എൻ്റർ ചെയ്ത് ടാൻജന്റ് കിട്ടും. TAN ഷോർട്ട് കട്ട് എന്നിട്ട് ടാൻജന്റിലേക്ക് വരക്കാം. ടാൻജന്റിലേക്ക് തന്നെ സെലക്ട് ചെയ്യപ്പെടും. എൻ്റർ ചെയ്യുക. ഇനി ഈ എൻഡ് പോയിന്റിൽ നിന്ന് വയ്ക്കുക, ലൈൻ കമാൻഡ് എടുക്കുക, ഈ എൻഡ് പോയിന്റിൽ നിന്നും എടുത്തു കഴിഞ്ഞിട്ട് TAN എൻ്റർ, ടാൻജന്റ് TAN എൻ്റർ ചെയ്താൽ ടാൻജന്റ് കിട്ടും. TAN
സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇനി ഈ ക്വാർട്ടറിൽ നിന്ന് നമുക്ക് ഒരു ലൈൻ വരക്കാം. ലൈൻ കമാൻഡ് എടുക്കാം. ക്വാർട്ടറിൽ സെലക്ട് ചെയ്തില്ല. ഇതെല്ലാം നമ്മൾ ഇത് നമുക്ക് എൻഡ് പോയിന്റ്, മിഡ് പോയിന്റ്, ക്വാഡ്രന്റ് എല്ലാം ടിക്ക് ചെയ്യാം. പെർപെൻഡിക്കുലർ, ടാൻജന്റ് ടിക്ക് ചെയ്യാം. ഇനി നമുക്ക് കിട്ടും എൻഡ് പോയിന്റ്. ബാക്കിയെടുത്ത് ലൈൻ എടുത്തു കഴിഞ്ഞാൽ ക്വാഡ്രന്റ് കിട്ടി. ഇവിടെ വരെ ഒരു ലൈൻ വരക്കാം. ഈ ക്വാർട്ടറിൽ നിന്നും ഒരു ലൈൻ വെച്ച് ഇവിടെ വരെ ലൈൻ വരക്കാം. ഇനി നമുക്ക് ഈ രണ്ട് ലൈനും ഫില്ലറ്റ് ചെയ്യണം. 25 റേഡിയസിൽ വെച്ച് ഫില്ലറ്റ് ചെയ്യണം. അപ്പോൾ ഫില്ലറ്റ് കമാൻഡ് എടുക്കാം. 25 റേഡിയസിൽ നമുക്ക് ഫില്ലറ്റ് ചെയ്യണം. ഫില്ലറ്റ് കമാൻഡിന്റെ ഷോർട്ട് കട്ട് F ആണ്. F എൻ്റർ. ഇനി റേഡിയസിന് R എൻ്റർ. എത്രയാണ് റേഡിയസ് എന്നുള്ളതിന് 25 എൻ്റർ. ഇനി ഇത് ഫില്ലറ്റ് ചെയ്യാം. ഈ ലൈനും കൂടി ഫില്ലറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതെല്ലാം പ്രസ് ചെയ്യാം. ഈ ഭാഗം 12 യൂണിറ്റിലേക്കും ഇത് ഈ സർക്കിളുകൾ 36 യൂണിറ്റിലേക്കും ഈ സർക്കിൾ 30 യൂണിറ്റിലേക്കുമാണ് നമുക്ക് പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഇത് 12 യൂണിറ്റിലേക്ക് പ്രസ് ചെയ്യാം. പ്രസ് പുൾ കമാൻഡ് ഇതാണ്. പ്രസ് പുൾ എടുക്കുക. സെലക്ട് ചെയ്യുക. 12 എൻ്റർ. ഇനി ഇതിപ്പോൾ 2D വയർ ഫ്രെയിമിലാണ് നാം കാണുന്നത്. അതിന് ഷെയ്ഡഡ് വിത്ത് എഡ്ജസിലേക്ക് ആക്കാം. നമുക്ക് ഇനി 36 യൂണിറ്റിലേക്ക് ഈ സർക്കിളുകൾ പ്രസ് പുൾ ചെയ്യാം. പ്രസ് പുൾ കമാൻഡ് എടുക്കുക. സെലക്ട് ചെയ്യുക. 36 എൻ്റർ. ഇനി ഇത് നമുക്ക് മൂവ് ചെയ്ത് 12 യൂണിറ്റ് ഇവിടെ 12 യൂണിറ്റ് ഫോർവേഡ് ആയിട്ട് നമുക്ക് മൂവ് ചെയ്യണം. അപ്പോൾ മൂവ് കമാൻഡ് എടുക്കുക. M ആണ് ഷോർട്ട് കട്ട്. M എൻ്റർ. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ബേസ് പോയിന്റ് ഇവിടെ എവിടെയെങ്കിലും എടുക്കുക. 12 എൻ്റർ. അപ്പോൾ അത് മൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ ഈ സർക്കിളും നമുക്ക് പ്രസ് പുൾ ചെയ്യാം. അത് 30 യൂണിറ്റിലേക്കാണ്. 30 യൂണിറ്റിലേക്ക് 12 യൂണിറ്റിലേക്ക് ബാക്കിലേക്കും 18 യൂണിറ്റിലേക്ക് ഫ്രണ്ടിലേക്കും മൂവ് ചെയ്യാം. പ്രസ് പുൾ ചെയ്യാം. ഓക്കെ, സെലക്ട് ചെയ്യാം. ബാക്കിലേക്ക് 12 യൂണിറ്റ്, ഫ്രണ്ടിലേക്ക് 18 യൂണിറ്റ്. അപ്പോൾ ആ ഭാഗം നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഭാഗമാണ് ശരിയാക്കേണ്ടത്. ഇത് നമ്മൾ ഇനി ടോപ്പ് യൂസേഴ്സിലാണ് നമുക്ക് ശരിയാക്കേണ്ടത്. ഇപ്പം നമ്മൾ റൈറ്റ് യൂസേഴ്സിലാണ് ചെയ്യുന്നത്. അപ്പം ഇനി അൺനെയിംഡിൽ പോയി ടോപ്പ് യൂസേഴ്സ് ആക്കുക. ശേഷം 140-85 ലെങ്ത്തുള്ള 140-85 ലെങ്ത്തുള്ള ഒരു റെക്ടാങ്കിൾ നമുക്ക് വരക്കാം. ലൈൻ കമാൻഡ് എടുക്കാം. 85 140 എൻ്റർ. 85 എൻ്റർ. C ഫോർ ക്ലോസ് എൻ്റർ. അപ്പോൾ ഇത് ക്ലോസ് ചെയ്ത് നമ്മളെ ഒരു റെക്ടാങ്കിൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇത് 18 യൂണിറ്റിലേക്ക് നമുക്ക് പ്രസ് പുൾ ചെയ്യണം. പ്രസ് പുൾ കമാൻഡ് എടുക്കാം.
അകത്ത് ക്ലിക്ക് ചെയ്യുക, 18 എൻ്റർ. എസ്കേപ്പ് ചെയ്യുക. ഇനി നോക്കാം, ഇതിൻ്റെ ഈ ടോപ്പ് സൈഡിൽ നമുക്ക് 2 സർക്കിളുകൾ വരച്ച് പ്രസ് പുൾ ചെയ്യണം. അത് 16 യൂണിറ്റ് ഡയമീറ്റർ വീതമുള്ള 2 സർക്കിളുകളാണ്. പക്ഷെ അതിൻ്റെ സെൻറ്റർ പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ ഇപ്പോൾ സൃഷ്ടിച്ച ഈ ഒബ്ജക്റ്റിൻ്റെ ഈ എഡ്ജുകൾ അകത്തേക്ക് നമുക്ക് കോപ്പി ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ എഡ്ജും നമുക്ക് കോപ്പി ചെയ്യാം. ആദ്യം ഈ എഡ്ജ് 35 യൂണിറ്റിലേക്കും ഈ എഡ്ജ് 30 യൂണിറ്റിലേക്കും കോപ്പി ചെയ്യാം. അപ്പോൾ ഈ എക്സ്ട്രാക്ട് എഡ്ജസ് എന്ന് പറയുന്ന ഇതിൽ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം കോപ്പി എഡ്ജസ് എടുക്കാം. ഈ എഡ്ജസ് സെലക്ട് ചെയ്യുക, ഇവിടെ എൻ്റർ ചെയ്യുക, ബേസ് പോയിന്റ് ഇവിടെ എടുക്കുക. 35 യൂണിറ്റിലേക്കാണെന്ന് നമുക്ക് പറഞ്ഞു. 35 യൂണിറ്റിലേക്ക് 35 എൻ്റർ. 35 യൂണിറ്റിലേക്ക് അത് എഡ്ജ് കോപ്പി ചെയ്ത് കഴിഞ്ഞു. അടുത്ത കോപ്പി എടുക്കുക, ഈ എഡ്ജ് സെലക്ട് ചെയ്യുക, ഇപ്പുറത്തെ എഡ്ജ്, അത് 35 യൂണിറ്റിലേക്ക് കോപ്പി ചെയ്യണം. എൻ്റർ ചെയ്യുക, ബേസ് പോയിന്റ് എടുക്കുക, 35 എൻ്റർ. ഇനി കോപ്പി ചെയ്യണം. ഇത് 30 യൂണിറ്റിലേക്കാണ് ഈ എഡ്ജ് കോപ്പി ചെയ്യേണ്ട. അപ്പോൾ ഈ എഡ്ജ് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക, ബേസ് പോയിന്റ് ഇവിടെ എടുക്കുക, 30 എൻ്റർ. ഇനി എസ്കേപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ പോയിന്റ് മിഡ് പോയിന്റ് കിട്ടി ഓരോ സർക്കിളിൻ്റെ. അപ്പോൾ ഇനി നമുക്ക് സർക്കിൾ വരക്കാം. സർക്കിള് ഡയമീറ്റർ 16 വീതമുള്ള സർക്കിളുകളാണ്. അപ്പോൾ സെൻറ്റർ ഡയമീറ്റർ എടുക്കുക, സെൻറ്റർ ഡയമീറ്റർ ഇവിടെ ക്ലിക്ക് ചെയ്യുക, 16 എൻ്റർ. ഇനിയും സെൻറ്റർ ഡയമീറ്റർ എടുക്കുക, സർക്കിൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക, 16 എൻ്റർ. ഇനി നമുക്ക് ഇത് രണ്ടും പ്രസ് പുൾ ചെയ്ത് ഹോളാക്കി എടുക്കണമെങ്കിൽ ഈ നേരത്തെ വരച്ച ഈ ലൈനുകൾ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കാണാം. അതിന് എളുപ്പ വഴി ഈ ഷെയ്ഡഡ് വിഷ്വൽ സ്റ്റൈലിൽ പോയി 2D വാർഫ്രെയിം തന്നെ ആക്കുക തൽക്കാലത്തേക്ക്. അപ്പോൾ ഇത് സെലക്ട് ചെയ്യാൻ എളുപ്പമാണ്. ഇനി ഡിലീറ്റ് ചെയ്യുക. ഇനി നേരിട്ട് നമ്മൾ ഷെയ്ഡഡ് എഡ്ജസിലേക്ക് പോവുക. ഇനി നമുക്ക് പ്രസ് പുൾ ചെയ്യാൻ എളുപ്പമാണ്. പ്രസ് പുൾ കമാൻഡ് എടുക്കുക, സെലക്ട് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക, ഇതും സെലക്ട് ചെയ്യുക, അകത്തേക്ക് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ പ്രസ് പുൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു കാര്യം ചെയ്യാനുള്ളത് നമുക്ക് ഈ ഭാഗത്താണ്. ഇതെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് പോർഷനാണ്. അപ്പോൾ ഫ്രണ്ട് പോർഷനിൽ നമുക്ക് ഇങ്ങനെ ഈ എഡ്ജും കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് 18 യൂണിറ്റ് വീതം കോപ്പി ചെയ്യണം. ഈ താഴെയുള്ള എഡ്ജ് 3 യൂണിറ്റും കോപ്പി ചെയ്യേണ്ടി വരും. കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ഹോൾ ഉണ്ടാക്കി എടുക്കണം. അപ്പം നമ്മൾ ആദ്യം തന്നെ കോപ്പി എഡ്ജസ് എടുക്കുക. കോപ്പി എഡ്ജസ് എടുക്കുമ്പോൾ ഇത് സെലക്ട് ചെയ്യാനായിട്ട് ഇവിടെ ഈ ലൈൻ കമാൻഡ് കിടപ്പുണ്ട്. അപ്പോൾ നമുക്കിവിടെ എറേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ലൈൻ കളയണം. അപ്പോൾ എറേസ് കമാൻഡ് ആദ്യം എടുക്കുക, ഈ എൻ്റർ. എറേസിൻ്റെ ഷോർട്ട് കട്ട് ഈ ആണ്. എന്നിട്ട് ഫുൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓബ്ജക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓബ്ജക്റ്റ് മാത്രം നിലനിൽക്കും. ബാക്കിയുള്ള 2D ലൈൻസ് എല്ലാം പോയി കഴിഞ്ഞിരിക്കും. എൻ്റർ ചെയ്യാം. ഇപ്പോൾ 2D ലൈൻസ് എല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് എഡ്ജ് കോപ്പി ചെയ്യാം. ഈ എഡ്ജ് ഓരോ എഡ്ജും നമുക്കറിയാം 18 വീതമാണ് 2 എഡ്ജുകളും, പിന്നെ 3 യൂണിറ്റ് താഴെയുള്ള എഡ്ജ്. അപ്പോൾ ഈ എഡ്ജ് 18 എൻ്റർ ചെയ്യാം. ബേസ് പോയിന്റ് എടുക്കാം, 18 എൻ്റർ. ഇനി കോപ്പി എടുക്കാം,
ഈ എഡ്ജ് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക, ബേസ് പോയിന്റ് ഇവിടെ എടുക്കുക 18, എൻ്റർ. ഇനിയും കോപ്പി എടുക്കുക, ഈ എഡ്ജ് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക, ഇനി മുകളിലേക്ക് ബേസ് പോയിന്റ് ഇവിടെ എടുക്കുക, മുകളിലേക്ക് 3, എൻ്റർ. 3 ആണ് കോപ്പി ചെയ്യേണ്ടത്, 3. അപ്പോൾ 3 എൻ്റർ, 3 എൻ്റർ. എസ്കേപ്പ് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് കോപ്പി ചെയ്ത് ഈ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതാണ് പ്രസ് ഫുൾ ചെയ്യേണ്ടത് നമുക്ക്. അപ്പോൾ പ്രസ് ഫുൾ കമാൻഡ് എടുക്കുക, ഇത് ക്ലിക്ക് ചെയ്യുക, ഇത് തന്നെ ക്ലിക്ക് ചെയ്യണം, എന്നിട്ട് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് പ്രസ് ഫുൾ ചെയ്യുക. അപ്പോൾ ഇത് ശരിക്കും അവിടെ ഹോളായി തീർന്നു. എസ്കേപ്പ് ചെയ്യുക. ഇനി ഇതുപോലെ തന്നെ എറേസ് ചെയ്ത് നമുക്ക് ഈ ലൈനുകളെല്ലാം ഒഴിവാക്കാം. അപ്പോൾ എറേസ് കമാൻഡ് എടുക്കുക, ഈ എൻ്റർ, ഫുൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഓബ്ജക്റ്റ് ഒഴിവാക്കാൻ വേണ്ടി ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓബ്ജക്റ്റ് ക്ലിക്ക് ചെയ്ത് എൻ്റർ ചെയ്യുക. അപ്പോൾ ലൈനുകളെല്ലാം ഒഴിവായി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഓബ്ജക്റ്റിനെ മൂവ് ചെയ്ത് ഈ ഓബ്ജക്റ്റിലേക്ക് യോജിപ്പിക്കണം. അതിന് നമുക്ക് നോക്കാം. ഈ ഓബ്ജക്റ്റിനെ മൂവ് ചെയ്ത് ഈ എൻഡ് പോയിന്റിൽ നിന്ന് ഈ എൻഡ് പോയിന്റിലേക്ക് നമുക്ക് യോജിപ്പിക്കാം. അപ്പോൾ അതിന് മൂവ് കമാൻഡാണ് എടുക്കേണ്ടത്. എം എൻ്റർ, മൂവിൻ്റെ ഷോർട്ട് കട്ട് എം ആണ്. എം എൻ്റർ സെലക്ട് ചെയ്യുക, ഓബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ബേസ് പോയിന്റ് ആയിട്ട് ഈ എൻഡ് പോയിന്റ് എടുക്കുക, സെക്കൻഡ് പോയിന്റ് ആയിട്ട് ഈ എൻഡ് പോയിന്റ് എടുക്കുക. അപ്പം നമ്മൾ അത് കൃത്യമായിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞു. ഇപ്പോൾ കൃത്യമായി നമ്മൾ ഈ ഓബ്ജക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ഇതിപ്പോൾ പല ഓബ്ജക്റ്റുകളാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒറ്റ ഓബ്ജക്റ്റ് ആക്കാൻ യൂണിയൻ കമാൻഡ് എടുത്ത് ഒറ്റ ഓബ്ജക്റ്റ് ആക്കാം. അപ്പോൾ ഇതാണ് സോളിഡ് യൂണിയൻ കമാൻഡ്. ഇത് ക്ലിക്ക് ചെയ്യുക, ഫുൾ സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇപ്പോൾ ഒറ്റ ഒബ്ജക്റ്റ് ആയി തീർന്നത്. ഇനി ഇതിലും ഈ 2D ലൈൻസ് കിടപ്പുണ്ട്, അതെല്ലാം നമുക്ക് ഒഴിവാക്കണം. അതിനും ഈ കമാൻഡ് എടുക്കുക, എറേസ് കമാൻഡ് എടുക്കുക. ഈ എൻ്റർ ഫുൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഓബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ എല്ലാ 2D ലൈൻസ് ഇതിൽ നിന്ന് പോയി കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇത് വേണമെങ്കിൽ ഒന്ന് കളർ ചെയ്യാം. അതിന് ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഈ ഓബ്ജക്റ്റിന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സോളിഡ് കൊണ്ട് കളർ എന്നുള്ള ഈ ഒരു ടേബിൾ കിട്ടും. ഇതിൽ ബൈ ലെയർ ക്ലിക്ക് ചെയ്യുക, സെലക്ട് കളർ സെലക്ട് ചെയ്യുക. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. ഏതെങ്കിലും ഇഷ്ടമുള്ള കളർ നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഏതെങ്കിലും കളർ എടുക്കുക. ഞാനിപ്പോൾ 52 എന്നുള്ളൊരു കളർ എടുത്തു, എൻ്റർ ചെയ്യുന്നു. ഇനി എസ്കേപ്പ് ചെയ്യുക. ഇപ്പോൾ ആ കളർ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഒബ്ജക്റ്റ്. നമ്മൾ ഈ ഒബ്ജക്റ്റ് തന്നെയാണ് കൃത്യമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്, ഒരു വ്യത്യാസമില്ലാതെ. അപ്പോൾ സൂം ചെയ്യാം നമുക്കത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.